വോട്ടിംഗ് ബിഹേവിയറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് സിഫോളജി. അതായത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വോട്ടിംഗ് ബിഹേവിയർ ആണ് എന്ത് പറയുക, സിഫോളജി എന്ന് പറയുന്നത്. സോ ഇലക്ഷൻ ആൻഡ് വോട്ടിംഗ് ആർ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ഒഴിവാക്കാനാകാത്ത രണ്ട് ഘടകങ്ങളാണ് എന്താ, ഇലക്ഷനും വോട്ടിങ്ങും. So one of the major tasks of the political party is to contest election. ഇപ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് എന്താ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ടു കണ്ടസ്റ്റിംഗ് ഇൻ ദ എലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു, മത്സരിക്കുന്നു. സോ ദേ സെലക്ട് സച്ച് കാൻഡിഡേറ്റ്സ് ഹു ഗീവ് ഗ്രേറ്റർ ചാൻസസ് ഓഫ് വിന്നിംഗ്, കാൻഡിഡേറ്റ് ഹു ഹാവ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓൺ വോട്ടേഴ്സ് and who have greater vote catching capacity are an asset to any political parties. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ക്യാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നു. അതിൽ ദി കാൻഡിഡേറ്റ് ഹു ഹാവ് ഗ്രേറ്റർ ചാൻസസ് ഓഫ് വിന്നിങ്, ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ദി കാൻഡിഡേറ്റ് ഹു ഹാവ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓൺ വോട്ടേഴ്സ്, വോട്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഏത് സ്ഥാനാർത്ഥിയാണോ, അതോടൊപ്പം തന്നെ എന്താണ്, ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ഗ്രേറ്റർ വോട്ട് ക്യാച്ചിങ് കപ്പാസിറ്റി, വോട്ട് പിടിച്ചെടുക്കുവാൻ ആർക്കാണോ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ആ ആളുകളെ അവർ എന്ത് ചെയ്യുന്നത്, പാർട്ടീസ് സെലക്ട് ഫോർ ദി ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പോൾ 3 മാനദണ്ഡമാണ് അവിടെ നോക്കുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജനങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ അത്തരം ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷന് മത്സരിപ്പിക്കുന്നത്. സോ ദേ ആർ ദ ഗ്രേറ്റ് അസറ്റ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയെടുക്കാനുള്ള സ്ഥാനാർത്ഥി അവർക്കുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ എന്താ നേട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കരുതാം. So voting refers to the process of electing representatives to a legislative body. വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇലക്ടിങ് റെപ്രസെൻറ്റേറ്റീവ്സ്. നമ്മൾക്ക് എന്താ, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, വോട്ടിംഗ് എന്ന് പറയപ്പെടുന്ന എവിടേക്ക്, ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയിലേക്ക്, ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജനപ്രതിനിധികളെ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിന് നടത്തുന്ന ഒരു പ്രക്രിയയാണ് എന്താ, വോട്ടിംഗ് എന്ന് പറയുന്നത്. The elected representatives would play an important role in decision making process. ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു, നയരൂപീകരണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. മോഡേൺ ഡെമോക്രസീസ് ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളെല്ലാം ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഏതാ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതായത് ദ റൈറ്റ് ടു വോട്ട് ഹാസ് ബീൻ കൺഫേർഡ് ഓൺ ആൾ അഡൽട്ട് സിറ്റിസൺ വിത്തൗട്ട് എനി കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, സെക്സ്, ലാംഗ്വേജ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതി, മതം, വർഗം, വർണ്ണം, വേഷം, ഭാഷ, ലിംഗം ഇവയുടെ പേരിൽ യാതൊരു വിധമായ വിവേചനവുമില്ലാതെ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുവാനുള്ള അധികാരത്തെയാണ് എന്ത് പറയുക, നമ്മൾ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് 18 വയസ്സ്, അതായത് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് എന്താ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി എന്ത് ചെയ്ത് മാറ്റിയത്. So in India also, all citizens, irrespective of their difference of color, caste, creed, religion, region, class, race or sex are given the right to. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇന്ത്യയിൽ എന്താണ്, എല്ലാ പൗരന്മാർക്കും അവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, വർഗം നോക്കാതെ, പ്രദേശം നോക്കാതെ, ഭാഷ നോക്കാതെ, ലിംഗം നോക്കാതെ എല്ലാ ആളുകൾക്കും ഇന്ത്യയിൽ എന്താ, വോട്ട് ചെയ്യുവാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അപ്പം അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ടു വോട്ട് ഹാസ് ബീൻ ഗിവൺ ടു ഓൾ അഡൾട്ട്സ് വിത്തൗട്ട് എനി കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, റിലീജിയൻ, റീജിയൻ, സെക്സ്, എക്സെട്ര. ജാതി, മതം, വർഗം എന്നിവയുടെ പേരിൽ എന്താ
മുതലായവയുടെ പേരിൽ യാതൊരു വിധമായ വ്യത്യാസവും ഇല്ലാതെ വിവേചനവും കാണിക്കാതെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ വോട്ട് ചെയ്യാൻ കൊടുക്കുന്ന അവകാശമാണ് എന്താ റൈറ്റ് ടു വോട്ട് അല്ലെങ്കിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ടു വോട്ട് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഓഫ് ദ കൺട്രി. ഒരു രാഷ്ട്രത്തിൻ്റെ എന്താ ഭരണഘടനാപരമായ നിയമത്തിൽ മൗലിക അവകാശമായി എന്തിനെ അംഗീകരിച്ചിട്ടുണ്ട്? റൈറ്റ് ടു വോട്ടിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇൻ ഇന്ത്യ every man and woman of 18 years of age is entitled to enroll himself or herself as an voter and to vote in the public election. ഇന്ത്യയിലെ എല്ലാ പുരുഷനും സ്ത്രീകൾക്കും, അതായത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും സ്വയം എന്ത് ചെയ്യാം? വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. സോ വോട്ടിംഗ് ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ ഈസ് നോട്ട് യൂണിഫോം. ഇപ്പോൾ ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയർ, വോട്ടുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എങ്ങനെയല്ല, ഒരേപോലെയല്ല. അതായത് ഇറ്റ് ഡിഫറേഴ്സ് ഫ്രം ദ പ്ലേസ് ടു പ്ലേസ്, കൾച്ചർ ടു കൾച്ചർ, ടൈം ടു ടൈം. അതായത് സമയം മാറുന്നതനുസരിച്ച്, ആളുകളുടെ സംസ്കാരം മാറുന്നതനുസരിച്ച്, സ്ഥലം മാറുന്നതനുസരിച്ച് എന്താ ഈ വോട്ടിംഗ് ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ. ഇപ്പം കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യുന്ന ആ ഒരു അല്ലെ വോട്ടിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല എന്താ തമിഴ്നാട്ടിൽ. അപ്പോൾ ഓരോ സ്ഥലം, ഓരോ സംസ്കാരം അത് മാറുന്നതിനനുസൃതമായിട്ട് എന്താ വോട്ടിംഗ് ബിഹേവിയറിൽ മാറ്റം വരുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എ ജനറലൈസേഷൻ അബൌട്ട് ദ വേ ഇൻ വിച്ച് പീപ്പിൾ വോട്ട് ഇൻ ദ ഇലക്ഷൻ. അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഏത് മാനദണ്ഡത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പൊതുധാരണയിലെത്തുക പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ വോട്ടിംഗ് ബിഹേവിയർ ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി അടിസ്ഥാനമാക്കിയായിരിക്കാം. ഇപ്പം മറ്റൊരാൾ ചെയ്യുന്നത് എന്താണ്, വ്യക്തിയെ നോക്കിയിട്ട് എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. അപ്പം അങ്ങനെ പല ആളുകളിലെയും വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? മാറി. സോ വി കനോട്ട് ഗിവ് എ പ്രിസൈസ് കൺസെപ്റ്റ് ദ വേ ഇൻ വിച്ച് ദ പീപ്പിൾ വോട്ട് ഇൻ ദ ഇലക്ഷൻ. ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള, ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് എന്താ നൽകാൻ പറ്റത്തില്ല. ഏത് മാനദണ്ഡമാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വോട്ട്. ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇലക്ഷൻ നടക്കുന്നു, നമ്മൾ 4 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നുന്നത് എന്താ, വ്യക്തിപരമായിട്ട് ഒരാളോട് എനിക്ക് തോന്നി, അടുപ്പം തോന്നി. ഇപ്പോൾ പാർട്ടി നോക്കാതെയാണ് ഞാൻ അവിടെ തീരുമാനിച്ചേക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇന്ന വ്യക്തി കൊള്ളാം, അത് പാർട്ടി ഏതോ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ പോവുകയും പോളിംഗ് ബൂത്തിൽ ചെന്ന് ഞാൻ ബാലറ്റ് പേപ്പർ കൈ കിട്ടിയപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ ആ കൺസെപ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. അപ്പം അങ്ങനെ ആളുകളുടെ വോട്ടിംഗ് ബിഹേവിയറിനകത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നു, മാറ്റം സംഭവിക്കും. സോ ദ സോഷ്യൽ സയൻറ്റിഫിക് അനാലിസിസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ ഇൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്ക ഹാസ് ബീൻ സ്റ്റഡീഡ് ബൈ വേരിയസ് സ്കോളേഴ്സ്. അപ്പോൾ പിന്നെ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ കുറിച്ച് ഒരു സയൻറ്റിഫിക് അനാലിസിസ് എന്ത് ചെയ്തു, നടത്തുകയുണ്ടായി. അതായത് സ്കോളേഴ്സ്, ഒരുപാട് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് അവരെന്ത് ചെയ്തു, അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അനാലിസിസ് നടത്തി. ആൻഡ് ദീസ് സ്റ്റഡീസ് റിവീൽ ദാറ്റ് സം ഓഫ് ദ ഫാക്റ്റ് അബൌട്ട് വോട്ടിംഗ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ പഠനത്തിൽ നിന്ന് ചില കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തു ഇവർ കിട്ടുന്നു. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ദ വോട്ടിംഗ് ബിഹേവിയർ ഇൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്ക ഹാസ് സിൻസ് ദ 1950s റെസ്റ്റഡ് ഹെവിലി ഓൺ വാട്ട് ഈസ് നോൺ ആസ് പാർട്ടി ഐഡൻറ്റിഫിക്കേഷൻ മോഡൽ. ഇപ്പോൾ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്കിടയിൽ നടത്തിയ ഈ പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1950 മുതൽ ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് പാർട്ടി ഐഡൻറ്റിഫിക്കേഷൻ മോഡലാണ് എന്ത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫാക്റ്റ് എന്ത് ചെയ്തു ഉണ്ടായി. അതായത് പീപ്പിൾ ടെൻഡഡ് ടു വോട്ട് പാർട്ടീസ് വിത്ത് വിച്ച് ദേ ഹാഡ് എ ലോങ് ടൈം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസോസിയേഷൻ. അപ്പോൾ വളരെ ദീർഘകാലത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തെ പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പാർട്ടി ഐഡൻറ്റിഫിക്കേഷൻ മോഡൽ. അതായത് ഏത് പാർട്ടിയാണോ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്താ വോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇലക്ഷൻ നടക്കുന്നു, ഇപ്പോൾ നമ്മൾ നോക്കുക ഏതൊക്കെ സ്ഥാനാർത്ഥികൾ കൊള്ളാം, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടി. അപ്പോൾ അവിടെ പാർട്ടി ഏതായാലും കണക്കാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ എന്താ സ്ഥാനാർത്ഥിക്കായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ കൊല്ലം, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി കൊല്ലം അല്ലേ, അത് മാവേലിക്കര.
കൊല്ലത്ത് 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു ഇതൊക്കെ. ഒന്ന് എം എ ബേബിയും മറ്റൊന്ന് പ്രേമചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഈ കൊല്ലം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങൾ നോക്കിയത്, കാരണം കൊല്ലം കിഴക്ക് മേഖല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ പുനലൂർ ചടയമംഗലം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് LDFന് മുൻതൂക്കമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ ഇവിടെ ജയിച്ചത് ആരായിരുന്നു? പ്രേമേന്ദ്രൻ. അപ്പോൾ അവിടെ പാർട്ടി നോക്കാതെ എന്ത് ചെയ്തു? ആ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷൻ അവരെന്ത് ചെയ്ത് വോട്ട് കൊടുത്തു. അപ്പോൾ MAB തോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ അവർ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയെന്ന് വെച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പ്രത്യേകിച്ച് പുനലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പുനലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഏറ്റവും കൂടുതൽ തീരുമാനിക്കുന്നത് ഈ കൊല്ലം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുള്ള മേഖലയെന്ന് പറയുന്നത് പുനലൂർ കോൺസ്റ്റിറ്റ്യുവൻസി. ഏരൂർ, അഞ്ചൽ, ഞങ്ങളുടെ നാട്, അയലറ, വിളക്കുപാറ, കുളത്തൂപ്പുഴ, ഈ മേഖല എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്ന്. പിന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് കുണ്ടറ, അതായത് ഇദ്ദേഹത്തിൻ്റെ MABയുടെ സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും കുറച്ച് വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ആ ഒരു കാരണമാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്ത് ചെയ്തു? എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ള ഒരു നിഗമനമാണ് പോളിറ്റ് ബ്യൂറോ അവസാനം പുറത്തുവിട്ടത്. അതുകൊണ്ടാണ് MAB എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു മോശക്കാരനായ നേതാവല്ല. വളരെ പാർട്ടിപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം തോറ്റു. അപ്പോൾ അവിടെ വ്യക്തികൾ ആണ് എന്ത് ചെയ്തത്? കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അമേരിക്കയിലും ബ്രിട്ടനിലും 1950 ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? പാർട്ടി ഐഡൻറ്റിഫിക്കേഷൻ എന്ത് ചെയ്ത് പ്രാധാന്യം കൊടുത്തു. അതാണ് ഫസ്റ്റ് ഫാക്റ്റ് ഇവർ നടത്തിയ സ്റ്റഡിയിൽ കിട്ടിയത്. രണ്ടാമത്തേന്ന് പറയുന്നത്, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ for about 30 years in the Western nations, the main influence of the voting appears to have been the family. The Western നേഷൻസിൽ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഒരു 30 വർഷക്കാലം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതായത് പീപ്പിൾ ടെൻഡഡ് ടു വോട്ട് ലൈക്ക് ദെയർ പാരൻസ് ഡ്യൂ ടു ദ ഇമ്പാക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇൻ ദ ഹോം. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. പഠിച്ചിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ നോളജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഓൺ ജനറേഷൻ ടു അനദർ. ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് അറിവ് എന്ത് ചെയ്യുന്ന കൈമാറുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്താ? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പൊളിറ്റിക്കൽ നോളജ് ഫ്രം ഓൺ ജനറേഷൻ ടു അനദർ. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൾ എന്ത് ചെയ്യുന്നു? കൈമാറും. അതിന് ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒന്നാണ് ഫാമിലി, ദെൻ ചർച്ച്, then educational institutions, then peer groups means common age group, സമപ്രായക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മളിൽ എന്താ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡയറക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് എന്താ നമ്മുടെ സമപ്രായക്കാരിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നല്ലവരാവാം, മോശക്കാരാണ്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന ആളുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാവും. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു ഗ്രൂപ്പാണ് നമുക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഫാമിലിയാണ്. ഈ വെസ്റ്റേൺ കൺട്രീസിൽ പറയപ്പെടുന്നത് ഫാമിലിയാണ്. അതായത് പീപ്പിൾ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിനെ പോലെ തോന്നുന്ന ആളുകൾക്ക്, എന്നുവെച്ചാൽ ആ വീടുകളിൽ നിന്ന്, അതായത് അത് ആ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്താ ഇമ്പാക്റ്റാണ്. അതായത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിൽ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയും എന്താണ്? ഈ ഒരു കുട്ടി പാഴായി പോയാൽ നമ്മൾ പറയും എന്താണ്? അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ വീട്ടുകാരാണ് അവനെ അങ്ങനെ ആക്കി നമ്മൾ പറയും. ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവിടെ ഈ വെസ്റ്റേൺ നേഷൻസിലെ ആളുകൾക്ക് ഉണ്ടായ ഒരു തോന്നലെന്ന് പറയുന്നത്, ഏത് സ്ഥാനാർത്ഥിയാണോ ഒരു പേരൻറ്റ് ആറ്റിറ്റ്യൂഡിൽ അവരോട് നിൽക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക, അതായത് വോട്ട് ചെയ്തു എന്നുള്ളൊരു ഘടകം നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ത് ചെയ്യാം? വെസ്റ്റേൺ കൺട്രീസിൽ കാണുകയാണ്. ആ ഒരു ഇമ്പാക്റ്റ്, അതായത് ഹോം എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഏജൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ആയിരുന്നു അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, ദ ഫാക്ടർ ഓഫ് സോഷ്യൽ ക്ലാസ് വാസ് അസോസിയേറ്റ് വിത്ത് വോട്ടിംഗ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ വർഗം എന്ന് പറയുന്ന ഘടകവും വോട്ടിങ്ങുമായിട്ട് എന്താ ബന്ധപ്പെട്ടതാണ്. അതായത് ഇൻ ബ്രിട്ടൻ ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് എബൌട്ട് 2/3 ഓഫ് manual working class voted for Labour Party and 4/5 of the non
മാനുവൽ മിഡിൽ ക്ലാസ് വോട്ടഡ് ഫോർ കൺസർവേറ്റീവ് പാർട്ടി. ഇപ്പോൾ ബ്രിട്ടനിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണത് പോസ്റ്റ് വാർ പീരീഡിൽ, അത് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ് വാർ പീരീഡ് എന്ന് പറയുന്നത്. ആ പോസ്റ്റ് വാർ പീരീഡിൽ ബ്രിട്ടനിലെ ജനങ്ങളിൽ, അതായത് മാനുവൽ വർക്കിംഗ് ക്ലാസ്സിൽ 2/3 ഭൂരിപക്ഷവും ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു? ബ്രിട്ടനിലെ ലേബർ പാർട്ടി. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട 2 പാർട്ടീസാണ്, ഒന്ന് ലേബർ പാർട്ടിയും മറ്റൊന്ന് കൺസർവേറ്റീവ് പാർട്ടിയും. അതിൻ്റെ പഴയ പേര് വിഗ്സ് ആൻഡ് ടോറീസ് എന്നാണ്. പാർട്ടി ഹിസ്റ്ററി പഠിക്കാനുണ്ട് ബ്രിട്ടൻ്റെ, പഠിക്കാനുള്ളപ്പോൾ നമുക്ക് വിശാലമായിട്ട് പറയാം. അപ്പോൾ അവിടുത്തെ 2/3 ഭൂരിപക്ഷം മാനുവൽ വർക്കിംഗ് ക്ലാസ് ആർക്ക് അനുകൂലമായിട്ട്? ലേബർ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നും 4/5 ജനങ്ങളെന്ന് പറയുന്നത് എന്താ, നോൺ മാനുവൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ കൺസർവേറ്റീവ് പാർട്ടിക്ക് എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. അപ്പോൾ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് വോട്ടിംഗ് ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് പാർട്ടിക്ക് വന്നു, കാരണം മറ്റൊരു 3/2 വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഡൻസി എവിടെ ഉണ്ടായി? ബ്രിട്ടനിലുണ്ടായിട്ടുണ്ട്. then അടുത്തത് the other important influence of voting behavior has been the community. സമുദായം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഘടകമാണ്. ഫോർ എക്സാമ്പിൾ, the middle class voters living in predominantly working class community are more. അപ്പം മിഡിൽ ക്ലാസ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ്, ഈ വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ ഡോമിനേഷൻ എന്താ കൂടുതലാണെന്ന് പറയാം. അതായത് ലൈക്ലി ടു വോട്ട് ഫോർ ലേബർ പാർട്ടി ദാൻ ഇഫ് ദേ ലീവ്ഡ് ഇൻ എ മിഡിൽ ക്ലാസ് ഏരിയ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു മിഡിൽ ക്ലാസ് മേഖലയിലാണ് താമസിക്കുന്നതെങ്കിൽ എന്താ, അവരെന്ത് ചെയ്യും? ലേബർ പാർട്ടിക്ക് ഒരു പക്ഷേ വോട്ട് ചെയ്തേക്കാം. തിരിച്ച് സംഭവിക്കുക എന്താ, വർക്കിംഗ് ക്ലാസ് വോട്ടേഴ്സ് മിഡിൽ ക്ലാസ് ഏരിയാസിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ എന്താ, കൺസർവേറ്റീവിനായിരിക്കും പ്രാധാന്യം. അപ്പോൾ ഓരോ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം വോട്ട് വരും. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ കേരളത്തിൽ നമുക്ക് എടുക്കാം LDF UDF വോട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ LDF അല്ലെങ്കിൽ UDF ഏറ്റവും കൂടുതൽ വോട്ട് വരുന്ന ഏത് മേഖലയിൽ നിന്നാണ്? ഇപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് ലോവർ ക്ലാസ് ബേസ്ഡ് ആണ്, ലോവർ കമ്മ്യൂണിറ്റിയാണ്, അല്ല വർക്കിംഗ് ക്ലാസ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് വരുന്നത് എന്താ, മിഡിൽ ക്ലാസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്ത് സംഭവിച്ചത്. സോ ദ സ്റ്റഡീസ് ഹാവ് ആൾസോ റിവീൽഡ് ദാറ്റ് സിൻസ് മിഡിൽ 1930s voting has radically changed. Factors such as mass media, the type of election campaign, party performance, efficiency of the candidate, etc. also have their own impact in the voting behavior of the people. ഇപ്പോൾ 1930-കൾക്ക് ശേഷമുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഈ ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തു സംഭവിച്ചു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്ന് മാസ് മീഡിയ, വാർത്താവിനിമയ മാധ്യമ രംഗത്തുണ്ടായ പുരോഗതി. ദെൻ ആ ടൈപ്പ് ഓഫ് ഇലക്ഷൻ ക്യാമ്പയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു വെർബൽ അനൗൺസ്മെൻറ്റ് നടത്തുന്നതിനെക്കാട്ടിലും ഇമ്പാക്റ്റ് ആയിരിക്കും അയാളൊരു വിഷ്വൽ അനൗൺസ്മെൻറ്റ് കാണിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡോക്യുമെൻ്ററി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഏതെങ്കിലുമൊക്കെ കവലകളിൽ കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഒരു ഇൻഫ്ലുവൻസ് അവരിൽ എന്ത് ചെയ്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് വീടുകളിലൊക്കെ അഭ്യർത്ഥനകൾ വരും, നമ്മൾ കാണുന്നതാണ്, അല്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറുണ്ടോ? നേരെ മറിച്ച് ഒരു വിഷ്വലാണ് കൊണ്ട് കാണിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ 4 പേര് കൂടുന്നിടത്തൊരു ഇത് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ വിഷ്വൽ കാണിക്കുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ അതെന്താ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇനി പാർട്ടി പെർഫോമൻസിൻ്റെ ഘടകമാണ്. ദെൻ എഫിഷ്യൻസി ഓഫ് കാൻഡിഡേറ്റിൻ്റെ കഴിവ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട. അപ്പോൾ അത് 1930-കൾക്ക് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. അവിടെ മാസ് മീഡിയ വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ഷൻ ക്യാമ്പയിൻസ് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആ പാർട്ടിയുടെ പെർഫോമൻസ് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പിന്നെ കാൻഡിഡേറ്റിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അത് 30-കൾക്ക് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഒരു കോമൺ വ്യൂ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം, ഇലക്ഷൻ ബിഹേവിയറിന്, വോട്ടിംഗ് ബിഹേവിയറിനെ കുറിച്ച്. ഇന്ന് നമുക്ക് കാണേണ്ടതിൻ്റെ കൂടെ തന്നെയാണ് വോട്ടിംഗ് ബിഹേവിയർ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോമൺ, അത് മൊത്തം വെസ്റ്റേൺ കൺട്രീസാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് പറഞ്ഞത് വെസ്റ്റേൺ കൺട്രീസ്. ഇനി ഇന്ത്യയിലെ വോട്ടിംഗ് ബിഹേവിയർ നമ്മൾ നോക്കുന്നത്
In India, also the voting behavior of the people has undergone tremendous progress. അപ്പോൾ ഇന്ത്യയിലും ജനങ്ങളുടെ വോട്ടിംഗ് രീതിയിൽ ട്രമൻഡസ് ആയിട്ടുള്ള പ്രോഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് given level of illiteracy of India, periodical consciousness is remarkably high since independence. Level of political awareness and participation have risen among all segments of the population. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇലിറ്ററസി റേറ്റ്, നിരക്ഷരത എന്ന് പറയുന്നത് നിരക്ക്. പിന്നെ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുണ്ടായ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധം. ഇനി ലെവൽ ഓഫ് പൊളിറ്റിക്കൽ അവെയർനെസ്, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലവാരം. ദെൻ അവരുടെ പാർട്ടിസിപ്പേഷൻ. ഇതെന്ന് പറയപ്പെടുന്ന എന്താണ്, എല്ലാ ജനവിഭാഗങ്ങളിലും ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് പൊളിറ്റിക്കൽ അവെയർനെസ് ഇൻക്രീസ്ഡ് ഈവൻ എമംഗ് ദ റൂറൽ പൂവർ ആൻഡ് ഇലിറ്ററേറ്റ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള ജനസംഖ്യക്കിടയിൽ പോലും, റൂറൽ മേഖലയിൽ അധിവസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും എന്താണ്, പൊളിറ്റിക്കൽ അവെയർനെസ്, രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധം ഇൻഡിപെൻഡൻസിന് ശേഷം എന്താ ഉണ്ടായെന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പറയാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ്. ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എന്താ വ്യക്തമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു കഴിവ് എന്ത് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, വെറുതെ അങ്ങ് പാർട്ടി നോക്കി അവർ എന്ത് ചെയ്യത്തില്ല, വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് ഇലക്ഷൻ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എഫിഷ്യൻസി ഉണ്ടാവുമോ ഭരണം കൊണ്ടുപോകാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ എന്താ ഇന്നത്തെ നമ്മുടെ ജനസമൂഹങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അത് ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറയും. എനിക്ക് സിൻസ് ദ വോട്ടിംഗ് ഏജ് ഈസ് റെഡ്യൂസ്ഡ് ടു 18 years, ഈവൻ ദ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സസൈസ് ദെയർ വോട്ട്. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 1986 നമ്മുടെ വോട്ടിംഗ് ഏജ് എന്ത് ചെയ്തു, കുറച്ചു അല്ലേ. 21 വയസ്സിന് എത്രയായിട്ട് മാറ്റി, 18 വയസ്സാക്കി മാറ്റിയപ്പോഴത്തേന് നമ്മുടെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പോലും എന്താണ്, അവരുടെ വോട്ടവകാശം എന്ത് ചെയ്തു, വിനിയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വിത്ത് ഈച്ച് എലക്ഷൻസ് millions of new voters enter into the political arena as an active participant. ഏകദേശം എന്ത് ചെയ്യുന്നു, ഓരോ ഇലക്ഷൻ കഴിയുന്തോറും എന്താ ലക്ഷക്കണക്കിന് പുതിയ വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ മേഖലയിലേക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, കടന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വോട്ടിംഗ് ട്രെൻഡിനകത്ത് എന്ത് ചെയ്യുന്നു, മാറ്റം. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണം നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ എന്താ, ഇപ്പോഴത്തെ BJP മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത് ഈ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ UPA ആ ഭരണത്തെ എന്ത് ചെയ്തുകൊണ്ട് മടുത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താ മാറി ചിന്തിച്ചിട്ട് മോഡിക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്തു, വോട്ട് ചെയ്ത്. അതേ ജനങ്ങളാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടത് എന്താ, ആം ആദ്മി പാർട്ടി എന്ത് ചെയ്തു, അധികാരത്തിൽ വന്നു. അപ്പം ജനങ്ങളുടെ ആർഗ്യം, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ അവെയർനെസ് എന്തിനു കാരണമാകുന്നു, വോട്ടിംഗ് ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകുന്നതിന് കാരണമാണ്. Then, voting behavior is influenced in Indian context by various factors. ഇപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്താ, വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ലൈക്ക് റിലീജിയൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ലാംഗ്വേജ്, ക്ലാസസ്, മണി, പേഴ്സണൽ കരിഷ്മ ഓഫ് ദ ലീഡേഴ്സ് ആൻഡ് ആൾസോ ബൈ സർട്ടൻ അൺഫോർസീൻഡ് ആക്സിഡൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ റിലീജിയൻ ഒരു ഘടകമാണ്, ജാതി ഒരു ഘടകമാണ്, കമ്മ്യൂണിറ്റി, ലാംഗ്വേജ്, ക്ലാസ്, മണി, ദെൻ പേഴ്സണൽ കരിസ്മാറ്റിക് പവർ. കരിസ്മാറ്റിക് പവർ കേട്ടിട്ടുണ്ട്, കരിഷ്മ, വ്യക്തിപ്രഭാവം. കരിഷ്മ ഇസ് ദ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ഹിസ് ഫോളോവേഴ്സ്. മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു, അപ്പോൾ പാർട്ടി നല്ല ലേബലുള്ള പാർട്ടി ആയിരിക്കും, പാർട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ എന്താ, നമ്മളൊരിക്കലും എന്ത് ചെയ്യത്തില്ല, വോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷൻ തിരുവനന്തപുരത്ത് കണ്ടത് അല്ലേ. കാരണം ഒ രാജഗോപാൽ, ശശി തരൂർ കോൺഗ്രസിൻ്റെ ക്യാൻഡിഡേറ്റ് എന്നല്ല, ഈ രണ്ട് പ്രബലരായ സ്ഥാനാർത്ഥികൾ. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളൊരു മേഖല ട്രിവാൻഡ്രമാണ്. പക്ഷെ അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി എന്താ, വീക്ക് ആയതുകൊണ്ട് പാർട്ടിക്ക് 3ാം സ്ഥാനത്തേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ലീഡേഴ്സിൻ്റെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയും എന്താ
വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറായിട്ട് പറയാം. അതോടൊപ്പം തന്നെ എന്താണ് സർട്ടൻ അൺഫോർസീൻ ആക്സിഡൻ്റൽ ഫാക്ടേഴ്സ്, നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളും എന്താണ് വോട്ടിംഗ് ബിഹേവിയറിനെ എന്ത് ചെയ്യും, നന്നായിട്ട് സ്വാധീനിക്കും. ദോ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വോട്ടേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു ബി ഇലിറ്ററേറ്റ് ആർ ഇഗ്നറൻറ്റ്, ദേ ആർ പൊളിറ്റിക്കലി മോർ അലേർട്ട് ദാൻ ദ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ഇപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷമുള്ള ആളുകളും അവർ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ്, അവർ ഇഗ്നറൻ്റ് ആണ് എങ്കിൽ പോലും എഡ്യൂക്കേറ്റഡ് പേഴ്സൺസിനേക്കാളും ഇലക്ഷൻ ട്രെൻഡ് സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ സമയങ്ങളിൽ അവരെങ്ങനെയായി മാറുന്നു, രാഷ്ട്രീയപരമായി കൂടുതൽ ബോധമുള്ള ആളുകളായി മാറും. അപ്പം ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളും ഇലിറ്ററേറ്റ് ആണ് അല്ലെങ്കിൽ ഇഗ്നറൻ്റ് ആണ്, മറ്റു കാര്യങ്ങൾ ഇഗ്നറൻ്റ് ആണ് എങ്കിൽ പോലും ഇലക്ഷൻ കാര്യത്തിൽ അവർ കൂടുതൽ അലേർട്ടായിരിക്കും ആരെക്കാളും എഡ്യൂക്കണം. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ഇലക്ഷൻ ചിലപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പോലും വരത്തില്ല അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിലും എന്താണ് ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിൽ വരുന്ന ആളുകളാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോലും പോകത്തില്ല. നേരെ മറിച്ച് ഭൂരിപക്ഷം ആളുകൾ ഇലിറ്ററേറ്റ് ആണെങ്കിൽ പോലും എന്താ സാധാരണക്കാരുടെ ആളുകൾക്കിടയിൽ ആ ഒരു പൊളിറ്റിക്കൽ അലേർട്ട്നെസ് എന്താ കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമൊരു പ്രത്യേകതയാണ്. ഇനി ദേ ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ വോട്ടിംഗ്. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, വോട്ടിങ്ങിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പങ്ക് അവർ കാഴ്ചവെക്കുന്നു. ദേ ഹാവ് ഷോൺ ഇൻ സം ഒക്കേഷൻസ് അപ്രീഷിയബിൾ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇൻ അൺസീറ്റിംഗ് സം ഓഫ് ദി ഇൻഎഫിഷ്യൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇപ്പോൾ ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ പോലും എന്ത് ചെയ്യാൻ പുറത്താക്കാൻ, അതായത് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണം ആയതുകൊണ്ട് എന്താ ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പോലും അല്ലെങ്കിൽ ചില വ്യക്തികളെ പോലും എന്ത് ചെയ്യാൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാകുന്നു, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ ഫെയ്ത്ത് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ അവർക്കുള്ള വിശ്വാസമാണ്, പിന്നെ ഇൻട്രസ്റ്റ് ഇൻ ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിൽ അവർക്കുള്ള താല്പര്യം, ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വോട്ടിങ്ങിൽ അവരുടെ എന്താ ക്രിയാത്മകമായ പങ്കാളിത്തം. ഇതെന്താ വോട്ടിംഗ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇന്ത്യ കണ്ടിന്യൂഡ് ടു ബി ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് വിത്ത് 60 years ഓഫ് ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ ഏകദേശം 65 years ആയല്ലേ. ഇന്ത്യയിൽ എന്താ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് 1952 വരുന്നത്. അപ്പോൾ അതുമുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണ് എങ്കിൽ എന്താ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ആര് മാറിയിരിക്കുകയാണ്, ഇന്ത്യ. അപ്പോൾ അതിനകത്ത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മെജോറിറ്റി പീപ്പിളും ഇലിറ്ററേറ്റ് ആണ്, ഇഗ്നറൻ്റ് ആണ് എങ്കിൽ പോലും ദേ ഹാവ് എ വെരി ആക്റ്റീവ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദി പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ദ കൺട്രി. രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരമായ പ്രക്രിയയിൽ അവർക്ക് എന്താ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ അതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വോട്ടിംഗ് ബിഹേവിയർ? സോ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ. ഇപ്പോൾ പല ഘടകങ്ങളും എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് വോട്ടിംഗ് ബിഹേവിയർ ഈസ് ദ മാനിപ്പുലേഷൻ ഓഫ് അവർ ആക്റ്റീവ് പൊളിറ്റിക്കൽ കൾച്ചർ. നമ്മുടെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചറിൽ നമ്മൾ നടത്തുന്ന ഒരു മാനിപ്പുലേഷൻ, ഒരു തിരിമറിയാണ് എന്താ പറയുക വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. വോട്ടിംഗ് ബിഹേവിയർ ഈസ് എ പാർട്ട് ഓഫ് അവർ പൊളിറ്റിക്കൽ ബിഹേവിയർ. നമ്മുടെ രാഷ്ട്രീയപരമായ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ് എന്താ തിരഞ്ഞെടുപ്പ് പരമായിട്ടുള്ള പെരുമാറ്റവും. വോട്ടിംഗ് ബിഹേവിയർ ഈസ് നോട്ട് ഹോമോജിനിയസ്, ഒരിക്കലും എന്താ സമാനമല്ല. ആൻഡ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് ആക്ടിവിറ്റി അഫക്റ്റഡ് ബൈ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്താ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയാം. ഇറ്റ് വേരീസ് ഫ്രം ഓൺ പോളിറ്റി ടു അനദർ ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് നേച്ചർ, ഇറ്റ്സ് പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് സം അതർ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഈ ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ വ്യവസ്ഥ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ എന്താ പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, വോട്ടിംഗ് ബിഹേവിയറിൽ മാറ്റം വരുന്നു. സോ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വോട്ടിംഗ് ബിഹേവിയർ ആർ ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ. വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്, വിദ്യാഭ്യാസമാണ്. അതായത് ദ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ പീപ്പിൾ ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ. ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരം എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. അതായത് ബട്ട് റീസെൻ്റ്ലി എ സർവേ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ദ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് മോർ ഇൻ ദ വോട്ടിംഗ് പ്രൊസീജിയർ ദാൻ ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെക്കാളും
അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത് പങ്കാളികളാകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വോട്ടിംഗ് ബിഹേവിയറിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ദ റീസെൻറ്റ് സ്റ്റഡീസ് ഷോസ് ദാറ്റ് the uneducated people are more in the voting procedure or election procedure than the educated. The second one, age. So age has an indirect psychological influence of the voting behavior. Voting behavior psychological ആയിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു സ്വാധീനം ചെലുത്താൻ ഏതിന് കഴിയുന്നു? ഏജിന് കഴിയും. The young voters think in a particular way and cast their vote in a particular pattern. ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുന്നു? ചിന്തിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. ആൻഡ് ദ റെവല്യൂഷണറി ഐഡിയാസ് ക്യാച്ച് ദ എഗ്മെൻറ്റ്സ്. ചിലപ്പോൾ വിപ്ലവാത്മകമായിട്ടുള്ള ആദർശങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചെറുപ്പക്കാരെ വളരെയധികം എന്ത് ചെയ്യും? സ്വാധീനിക്കും. ബട്ട് ദ ഓൾഡ് പീപ്പിൾ തിങ്ക് അനദർ വേ. ഇറ്റ് മീൻസ് എ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ഫെൽറ്റ് ഇൻ ദ വോട്ടിംഗ് ബിഹേവിയർ. അപ്പം കുറച്ചുകൂടെ പക്വതയുള്ള ആളുകൾ ചിന്തിക്കുന്നത് വേറെ ഇതിലായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ കുറേ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവായ മൈൻഡുള്ള ആളുകളായിരിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ഇപ്പോഴത്തെ തലമുറകൾ തമ്മിലുണ്ടാവുന്ന അന്തരം, അത് വോട്ടിംഗ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ എന്താ കുറേ കൂടി യൂത്ത് ആയിട്ടുള്ള ആളുകളായിരിക്കും അവർക്ക് തോന്നുന്നത്, താല്പര്യം തോന്നുന്നത്. ഇപ്പം നമ്മളെപ്പോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്താ കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നതും എന്തിനെ? വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കും. ദെൻ തേർഡ് വൺ, കാസ്റ്റ്. ദി ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. ജാതിയും മതവും എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ വോട്ട് പെരുമാറ്റത്തെ സ്വാധീനിക്കും. സോ ദ കാസ്റ്റ് ഫാക്ടർ ആൻഡ് കാസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ് ഇൻഫ്ലുവൻസ് ദ വോട്ടേഴ്സ്. ജാതീയ ഘടകങ്ങൾ. അതുപോലെ എന്താണ് നമ്മളിപ്പം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ്. ഇപ്പം ഉദാഹരണം പറയുമ്പോൾ ക്രിസ്ത്യൻ ഡോമിനേഷനുള്ളൊരു മേഖലയിൽ പാർട്ടിക്കാർ നിർത്തുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കാം? ക്രിസ്ത്യാനി ആയിരിക്കാം. അപ്പം ജാതി, അപ്പം മുസ്ലിം ഡോമിനേഷൻ ഉണ്ടെങ്കിൽ മുസ്ലിംസിനെ. അപ്പം അങ്ങനെ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ഇന്ന് വോട്ടിംഗ് ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നതിൻ്റെ ഘടകമാണ്. ഈവൻ സം കോൺസ്റ്റിറ്റ്യുവൻസീസ് ഹാവ് ബീൻ റിസർവ്ഡ് ഫോർ സർട്ടൻ സബ് കാസ്റ്റ്. അപ്പോൾ ചില നിയോജക മണ്ഡലങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? ചില ജാതിക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സംവരണം ചെയ്തു. ഇപ്പം നമ്മുടെ അപ്പോൾ കേരളത്തിലെ 2 നിയോജക മണ്ഡലം, ഒന്ന് ആലത്തൂരും മറ്റൊന്നെന്താ മാവേലിക്കരയും. ഇത് രണ്ടും എന്താണ്? റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നേരത്തെ ഒന്ന് അടൂരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സബ് കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് പോലും കോൺസ്റ്റിറ്റ്യുവൻസീസ് റിസർവേഷൻസ് നടത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിൽ നിന്നുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നു? കാസ്റ്റും റിലീജിയനും എന്ത് ചെയ്യുന്നു? വോട്ടിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മറ്റൊരു ഘടകം പാർട്ടി ഓറിയൻറ്റേഷൻ. സോ ദ പാർട്ടി ഓറിയൻറ്റേഷൻ ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പാർട്ടി ഓറിയൻറ്റേഷൻ. ഓപ്പൺലി ഓൺ കാസ്റ്റ് ഹിസ് വോട്ട് ഫോർ എ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് ബിക്കോസ് ദി കാൻഡിഡേറ്റ് ബിലോങ് ടു ദ വോട്ടേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം നമുക്ക് കൊല്ലത്ത് തന്നെ സംഭവിച്ചിരുന്ന RSP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു ആര്? പ്രേമൻ. പക്ഷെ RSP എന്ന് പറയുന്നത് ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൽ ചവറ മേഖലയിൽ മാത്രമേ എന്താ അതിൻ്റെ സ്വാധീനമുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും എന്താണ് പ്രേമനത്തിന് ജയിച്ചത്? കാരണം അത് പിന്നെ ഈ RSP എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ അലയൻസാണ്. ഒറ്റ സുപ്രഭാതം കൊണ്ടാണ് എന്ത് ചെയ്തത്? മാറിയത്. കാരണം ഈ RSPക്ക് കൊടുക്കേണ്ട സീറ്റാണ് എന്താ CPM എന്ത് ചെയ്തത്? അട്ടിമറിച്ചുകൊണ്ട് MAVPക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? പാർട്ടി മാറുന്നു, അലയൻസ് മാറുന്നു, ഇപ്പുറത്ത് വന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഫാക്ടർ എന്താ പാർട്ടി ഓറിയൻറ്റേഷൻ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ വളരെയധികം എന്ത് ചെയ്യുന്നു? ബാധിക്കുക ചെയ്യുന്നു. ഇനി അടുത്ത കാൻഡിഡേറ്റ് ഓറിയൻറ്റേഷനാണ്. സോ അപ്പാർട്ട് ഫ്രം പാർട്ടി ഓറിയൻറ്റേഷൻ സം വോട്ടേഴ്സ് ടുക്ക് ദ കാൻഡിഡേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ഗെറ്റ് അട്രാക്റ്റഡ് ഹിസ് പേഴ്സണൽ ഫീച്ചേഴ്സ്. ഇപ്പോൾ പാർട്ടി ഓറിയൻറ്റേഷനേക്കാളും ഇപ്പം കൂടുതൽ ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ പാർട്ടിയിൽ ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അയാളുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ടും അല്ലെങ്കിൽ അയാളുടെ എന്താണ് പേഴ്സണൽ ഫീച്ചേഴ്സ് നോക്കി എന്ത് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ആളുണ്ട്. അതായത് കാൻഡിഡേറ്റ് പേഴ്സണാലിറ്റി, ഹിസ് ഗ്ലാമർ, ഹിസ് സ്റ്റൈൽ ഓഫ് അപ്രോച്ച്, ഹിസ് കരിഷ്മാറ്റിക് പവർ, ദാറ്റ് ഇൻഫ്ലുവൻസ് വോട്ടേഴ്സ് ബിഹേവിയർ. ഇതാണ് സ്ഥാനാർത്ഥിയുടെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ. ഇപ്പോൾ ഗ്ലാമർ പോലും എന്താ
അപ്പോൾ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇലക്ഷൻ മത്സരിച്ചാൽ സുഖമായിട്ട് അവരെന്ത് ഈസി പാസ്സാവുമെന്ന് പറയണം. അത്ര ഗ്ലാമറിൽ ലൈഫ് സ്റ്റൈലിലും ഒക്കെ. അപ്പോൾ അതാണ് തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമാടന്മാരെന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്നത്. സോ സച്ച് വോട്ടേഴ്സ് തിങ്ക് നോൺ പൊളിറ്റിക്കലി during the time of election and the personal structure of the candidates seem to be larger than the party structure. അപ്പോൾ അങ്ങനെ തരുമ്പോൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുപ്പ് സമയത്ത് അവരെന്ത് ചെയ്യുന്നു, രാഷ്ട്രീയത്തിന് എതിരായിട്ട് അവരെന്ത് ചെയ്യുന്നു, ചിന്തിക്കുകയും അവർ ആ വ്യക്തിയുടെ പേഴ്സണൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ പാർട്ടി സ്ട്രക്ചറിനെക്കാട്ടിലും പ്രാധാന്യം എന്തിനു കൊടുക്കുന്നു, പേഴ്സണൽ സ്ട്രക്ചറിന് നൽകുന്നു. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് മണിയാണ്. സോ മണി ഫാക്ടർ ആൾസോ ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് നമുക്ക് ഇതിനെ കാണാം, മണിയെ കാണാം. സോ വോട്ട് ഈസ് ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ഇലക്ഷൻ മാർക്കറ്റ്സ്. നമ്മൾ കാണാറുണ്ട് തിരഞ്ഞെടുപ്പ് ചന്തകളിൽ എന്താ വോട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും, അല്ലേ? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നൊരു പ്രവണതയാണ് എന്താ, കാശ് കൊടുത്ത്. അതായത് 4 പവേഴ്സാണ് ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മണി പവർ, മസിൽ പവർ, മാൻ പവർ, മീഡിയ പവർ. ഈ 4 പവേഴ്സും ഉണ്ട് എങ്കിൽ അതെന്താ ഇലക്ഷനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അതോടെ പറഞ്ഞ് നമ്മളെന്താ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, വോട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നൊരു പ്രവണതയുണ്ട്. സോ ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് പൊളിറ്റിക്കൽ ഡീകേ. അത് രാഷ്ട്രീയ മൂല്യച്യുതിയുടെ ഭാഗമാണ്. ഡീകേ മീൻസ് മൂല്യച്യുതിയാണ്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യം എന്ത് ചെയ്യുന്നു, ഇല്ലാതാകുന്നു. പല സ്ഥലങ്ങളിൽ പോലും കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നു, വോട്ടേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ധാരാളം പൈസ എന്ത് ചെയ്യുന്നു, ചിലവാകും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മദ്യവും വസ്ത്രവും വാങ്ങിക്കൊടുത്ത് എന്ത് ചെയ്യുന്നത്, വോട്ട് പിടിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ സിനിമയിലെങ്കിലുമൊക്കെ എന്താ കാണും. അപ്പം മണി എന്ന് പറയുന്നത് വോട്ടിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ നമ്മൾ മണി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് കാരണമാകുന്നു, പൊളിറ്റിക്കൽ ഡീകേ, രാഷ്ട്രീയപരമായിട്ടുള്ള ആ പാർട്ടിയുടെ വാല്യൂ തന്നെ എന്ത് ചെയ്യാണ്, നഷ്ടമാണ്. സോ മണി പവർ ഈസ് ഫെൽറ്റ് ആസ് എ ഡിസിസീവ് ഫാക്ടർ ഇൻ വോട്ടിംഗ് ബിഹേവിയർ എമംഗ് ദ ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പിന്നോക്ക സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഗുജറാത്ത്, ബീഹാർ പോലെയുള്ള പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ്, മണി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്താ, വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. അടുത്തത് financial status, class identification. The class identification of the candidate influence the voting behavior in such a way as to protect particular class interest. ആ പ്രത്യേക ക്ലാസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ ക്ലാസ് ഐഡൻറ്റിഫിക്കേഷനും എന്താ വോട്ടിംഗ് ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ഫാക്ടറായിട്ട് നമുക്ക് കാണാം. then അടുത്തത് ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ. സോ ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ compelled to voters to participate in voting procedure for the sake of particular ideology. അപ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേക ഐഡിയോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ വോട്ടിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ അവർ എന്ത് ചെയ്യുന്നു, പങ്കാളികളാവുന്നത്. സോ ഹിയർ ദ വോട്ടർ ദേ കാസ്റ്റിംഗ് ദിയർ വോട്ട്സ് നോട്ട് ഫോർ ദി കാൻഡിഡേറ്റ് ബട്ട് ഫോർ ദ സക്സസ് ഓഫ് ഐഡിയോളജി. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ എന്താണ്, വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടി ആയിരിക്കത്തില്ല, കാൻഡിഡേറ്റ് ജയിക്കാനാവത്തില്ല, ഐഡിയോളജിക്ക് വേണ്ടിയായിരിക്കും, അല്ലേ? അപ്പോൾ ചില പാർട്ടി ഐഡിയോളജികൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്, പാർട്ടി ഐഡിയോളജീസ്. അപ്പോൾ അവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റി വോട്ട് ചെയ്യത്തില്ല. അടുത്തത് ഫാമിലി റിലേഷൻസ് ആണ്. ദ ഡിസിഷൻസ് ഓഫ് എൽഡർ പീപ്പിൾ ഇൻ ദ ഫാമിലി സംടൈംസ് ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വീട്ടിലെ മുതിർന്ന ആളുകൾ എടുക്കുന്ന തീരുമാനമാകാം. സോ സംടൈംസ് ഹസ്ബൻഡ്സ് ഡിസ്കഷൻസ് ഇൻഫ്ലുവൻസ് ദ വോട്ടിംഗ് പ്രൊസീജിയർ ഓഫ് വൈഫ്, അല്ലേ? ഭാര്യയുടെ വോട്ടിംഗ് പ്രൊസീജിയറിനെ അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനം ഹസ്ബൻഡ് എടുക്കുന്നതായിരിക്കും. ഹസ്ബൻഡ് പറയുന്നു, ഇപ്പോൾ ഭാര്യ ഭർത്താവും 2 പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഭർത്താവ് വിളിച്ചും ഭാര്യ വിളിച്ച് പറയും, എൻ്റെ പാർട്ടി വേറെയാണ്, പക്ഷേ എങ്കിൽ പോലും നീ എന്ത് ചെയ്യാവും, ഈ പാർട്ടിക്ക് വോട്ട് കൊടുക്കുക, ഇന്ന സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാവും, വോട്ട് കൊടുക്കും. അപ്പോൾ ഞാനും പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയോട് ഒരു അറ്റാച്ച്മെൻറ്റ്, മാക്സിസം പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എന്താ അതൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാം. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും എന്ത് ചെയ്തില്ല, ആ പാർട്ടിക്ക് അനുകൂലമായി ഞാൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. കാരണം അതിനകത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ആ ഒരു ഇൻഎഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ പറഞ്ഞതാ, ഈ
MK പ്രേമചന്ദ്രൻ നോട്ടീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാരണവശാൽ ആ വ്യക്തിയിലുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആവാം. പാർട്ടി ഞാൻ നോക്കിയില്ല, ഞങ്ങൾ കുടുംബപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പപ്പായൊക്കെ എൻ്റെ വലിയ ആളുകളാണ്. ഞാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി താല്പര്യമുള്ളതുകൊണ്ടും അത് പഠിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റിനോട് ഒരു ഐഡിയോളജിയോട് എന്ത് ചെയ്യും, ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓട്ടോമാറ്റിക് ചെയ്യേണ്ടി വരും. ഇത്രയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ബിസൈഡ് ഓൾ ദീസ് എബോവ് ഡിസ്കസ്ഡ് ഫാക്ടേഴ്സ് ആൻഡ് ദ അപ്രോച്ച് ഓഫ് ദ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇൻ ദ വോട്ടിംഗ് ബിഹേവിയർ. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇപ്പോൾ എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ഏജ്, കാസ്റ്റ്, പാർട്ടി ഓറിയൻറ്റേഷൻ, ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ, മണി, ദെൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻ, ഫാമിലി റിലേഷൻസ്. ഇത് കൂടാതെ തന്നെ വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ദ അപ്രോച്ച് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഈ വോട്ടിംഗ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. ഇറ്റ് ആക്സസ് ആസ് ടു ഇൻഫർമേഷൻ, ന്യൂസ്, റിവ്യൂസ്, ദ ഇലക്ഷൻ ക്യാമ്പയിൻ, meet the candidate, programs and policies of the manifestos of different political parties to influence voting. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ, ന്യൂസ്, റിവ്യൂ. നമ്മൾ ഇലക്ഷൻ റിവ്യൂ കാണും, ടി വിയിലൊക്കെ പ്രോഗ്രാം കണ്ട് ഓരോ സ്ഥാനാർത്ഥി അവരെന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യും. അത് നമ്മളെ സ്വാധീനിക്കാം. പിന്നെന്താണ് ഇലക്ഷൻ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ ഉപയോഗിക്കുന്ന രീതികൾ. ഇപ്പോൾ വീട് വീടാന്തരം വന്ന് വോട്ട് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യും, വോട്ട് കിട്ടും. ഇനി ക്യാൻഡിഡേറ്റിൻ്റെ മീറ്റ് ദി ക്യാൻഡിഡേറ്റ്. പിന്നെന്താണ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഓഫ് ദി മാനിഫെസ്റ്റോസ് ഓഫ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ പറയപ്പെടുന്ന നയങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്.